ധർമ്മത്തിന്റെയും വക്താക്കളായിട്ട് മാറണം. ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യ മക്കളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ വിമോചനത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. മണ്ണിനോട് ഒത്തു നിൽക്കുന്ന, മണ്ണിൽ വിയർപ്പൊലിപ്പിക്കുന്ന മണ്ണിന്റെ മക്കളായ പാവപ്പെട്ടകൾ, അനാഥകൾ, അഗതികൾ, അവർ ദുരന്തം പേറി നടക്കുമ്പോ, അവർ ദുർഘടമായ നാളുകളിലൂടെ കടന്നു പോകുമ്പോ, അവർ പട്ടിണി കിടക്കുമ്പോ അവർക്ക് അന്നം എത്തിച്ചു കൊടുക്കുവാനും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിപ്പിക്കുവാനും അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കണം. ആ പാത ഇത്തിരി ദുർഘടമായ പാതയാണ്, വിമോചനത്തിന്റെ പാതയാണ്. പക്ഷെ ആ ദുർഘടമായ പാതയിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ പ്രഖ്യാപിച്ച ആദർശത്തിന്റെ വക്താക്കളായിട്ട് നിങ്ങൾ മാറുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിന്റെ പ്രാന്തവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ മോക്ഷത്തിന് വേണ്ടി, അവിടെ വിമോചനത്തിന് വേണ്ടി, അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂടങ്ങളോട് കലഹിച്ചുകൊണ്ടും കലാപം കൂട്ടിക്കൊണ്ടും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിപ്പിക്കുന്നു. ഞങ്ങൾ മാതൃകയാക്കുന്ന പ്രവാചകന്മാർ അനീതിക്ക് കൂട്ടുനിന്നവരല്ല. അവർ അനീതിയുടെ വക്താക്കളോട് കലാപം പ്രഖ്യാപിച്ചവരായിരുന്നു. നമ്രൂദിനോട് പടവെട്ടിയവനായിരുന്നു. നമ്രൂദിന്റെ ഏകാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിയവനായിരുന്നു അബ്രഹാം പ്രവാചകൻ. ആ ഇബ്രാഹിമിന്റെ പാതയിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഏകാധിപതികളായ നമ്രൂദുകളോട് ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഫറോവ എന്ന് പറയുന്ന ഏകാധിപതിക്കെതിരെ അതിശക്തമായ പോരാട്ടം കുറിച്ച പ്രവാചകനായിരുന്നു വിമോചനത്തിന്റെ പ്രവാചകൻ. ഇസ്രായേൽ സമൂഹത്തെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചപ്പോ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ മൂസ പ്രവാചകൻ. ആ മൂസ അലൈഹി ഇസ്ലാമിന്റെ പാതയിൽ നിന്നുകൊണ്ട് പണിയെടുക്കുന്ന, മൂസ അലൈഹി ഇസ്ലാമിന്റെ പാതയിൽ നിന്നുകൊണ്ട് കാലഘട്ടത്തിന്റെ ഫറോവമാർക്കെതിരെ ശബ്ദമുയർത്തുന്ന, കലഹം കൂട്ടുന്ന പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്. അങ്ങനെ കാലഘട്ടത്തിന്റെ നമ്രൂദുകളെ, കാലഘട്ടത്തിന്റെ ഫറോവമാരെ, കാലഘട്ടത്തിന്റെ ബുഷുമാരെ, കാലഘട്ടത്തിന്റെ സാമ്രാജ്യത്വ ശക്തികളെ അതിശക്തമായ ആദർശത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധമായ ദൈവിക ദർശനത്തിന്റെ ശേഷിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കലഹവും കലാപവും പ്രഖ്യാപിച്ചുകൊണ്ട്, പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് മർദ്ദിത സമൂഹത്തിന്റെ കൂടെ നിൽക്കുകയാണ്. പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നു എന്തായിരുന്നു പ്രവാചകന്മാരുടെ പണി. അവർ നന്മ കൽപ്പിക്കുന്നവരായിരുന്നു, തിന്മ വിരോധിക്കുന്നവരായിരുന്നു, നല്ലതും തീയതും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരായിരുന്നു. മൂന്നാമതായിട്ട് പറയുന്നു, അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന, അടിമത്തം പേറിക്കൊണ്ടിരിക്കുന്ന അടിമത്തത്തിന്റെ ചെങ്ങലക്കെട്ടുകൾ പാവപ്പെട്ടവന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വിമോചനത്തിന്റെ ശുദ്ധമായി ശ്വസിക്കുവാൻ പാവപ്പെട്ടവൻ അവസരം കൊടുക്കുക. ഇതായിരുന്നു പ്രവാചകന്മാരുടെ ദൗത്യം. ആ പ്രവാചകന്മാരുടെ പാതയിൽ നിന്നുകൊണ്ട് ജാതിയും മതവും പരിഗണിക്കാതെ മനുഷ്യനെ പരിഗണിച്ചുകൊണ്ട് അവരിൽ കൊടിയ ദുഃഖം അനുഭവിക്കുന്ന, ദുരന്തം അനുഭവിക്കുന്ന, ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി സോളിഡാരിറ്റി എന്ന് പറയുന്ന കൊച്ചു പ്രസ്ഥാനം ഇന്ന് നമ്മുടെ കേരളത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് നീതിയെ കുറിച്ച് എന്താണ് നീതി എന്ന് പറയുന്നത്, എന്താണ് ധർമ്മം എന്ന് പറയുന്നത്, എന്താണ് സത്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ മാനദണ്ഡങ്ങളിലൂടെയാണ്. അമേരിക്ക എന്ന് പറയുന്നു ലോകത്തുള്ള മുസ്ലിം നാടുകൾ മുഴുവൻ ഭീകര രാജ്യങ്ങളാണെന്ന് പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ലോകത്ത് മനുഷ്യ മക്കളെ കൊന്ന